ജിസ്റ്റോയ് സംവിധാനം ചെയ്ത് ബിജു മേനോൻ ആസിഫ് അലി കൂട്ടുകെട്ടിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് തലവൻ. കൊച്ചി മെട്രോ പോലെ അതിവേഗം സൂപ്പർ ഹിറ്റിലേക്ക് കുതിക്കുന്ന തലവൻ എന്ന ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടികൾക്കിടയിൽ മെട്രോയിൽ സഞ്ചരിച്ച് ആസിഫ് അലിയും സംവിധായകൻ ജിസ്റ്റോയും. തലവൻ സിനിമയുടെ ടീമും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. ലുലു മോളിൽ നിന്ന് മറ്റൊരു തിയേറ്റർ സന്ദർശിക്കാനായി പുറപ്പെട്ട ആസിഫ് അലിയും സംഘവും റോഡിലെ തിരക്ക് മൂലമാണ് മെട്രോയിൽ അടുത്ത തിയേറ്ററിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത്. സിനിമാ താരവും സംഘവും മെട്രോയിൽ പോകുന്നത് കണ്ട യാത്രക്കാർക്കും അതൊരു അത്ഭുതവും കൗതുകവുമായി മാറുകയായിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളെ അപ്രതീക്ഷിതമായി മെട്രോയിൽ കണ്ട സന്തോഷത്തിലായിരുന്നു ആരാധകരും മെട്രോ ജീവനക്കാരും. ബ്ലോക്ക് ചതിച്ചതുകൊണ്ട് ഇവരെ കാണാൻ സാധിച്ചു എന്നാണ് ആരാധകർ പറയുന്നത്. മലയാളത്തിലെ മികച്ച ത്രില്ലർ സിനിമകളിലേക്ക് പുതിയ പേര് കൂടി ചേർക്കുകയാണ് ജിസ്റ്റോയ്. എന്നും ഫീൽ ഗുഡ് സിനിമകൾ മാത്രം എടുത്തിട്ടുള്ള ജിസ്റ്റോയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് തലവൻ. അതുതന്നെയാണ് ഈ ചിത്രത്തിലേക്ക് ഒരു സിനിമാ പ്രേമിയെ ആദ്യം ആകർഷിക്കുന്നതും. മറ്റൊരു ആകർഷണം ബിജു മേനോൻ ആസിഫ് അലി കൂട്ടുകെട്ടാണ്. ഇരുവരും പോലീസ് വേഷത്തിൽ എത്തിയ തലവൻ രണ്ട് ഉദ്യോഗസ്ഥർക്കിടയിലെ ഈഗോ ക്ലാഷിനെ കുറിച്ചാണോ പറയുന്നതെന്ന ചോദ്യം ആദ്യം മുതൽക്കേ തന്നെ ഉയർന്നിരുന്നു. സിനിമ തുടങ്ങുമ്പോഴും ഇതേ സംശയം തോന്നാം. ഒരു സ്റ്റേഷനിലേക്ക് SI ആയി സ്ഥലം മാറി വരുന്ന ആസിഫ് അലിയുടെ കാർത്തിക് വാസുദേവൻ എന്ന കഥാപാത്രം 1.5 വർഷത്തിനിടയിൽ 4-5 തവണ സ്ഥലം മാറ്റം കിട്ടിയിട്ടുള്ള ആളാണ് കാർത്തിക്. അയാളുടെ പുതിയ സ്റ്റേഷനിലെ CI ആണ് ജയശങ്കർ എന്ന ബിജു മേനോൻ കഥാപാത്രം. ദേശത്തിന്റെയും സ്വഭാവത്തിന്റെയും കാര്യത്തിൽ ഇരട്ടപ്പറ്റ പോലെയുള്ള കഥാപാത്രങ്ങളാണ് ഇരുവരുടെയും. ഇവർ തമ്മിൽ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ഉരസലുകൾ ഉണ്ടാകുമ്പോൾ ഇവർക്കിടയിലെ ഈഗോ ക്ലാഷ് ആകും ഇനി തലവൻ പറയുന്നതെന്ന് തോന്നാം. ദിലീഷ് പോത്തന്റെ DYSP ഉദയഭാനു എന്ന കഥാപാത്രം ഒരു ചാനലിന് നൽകുന്ന സർവീസ് സ്റ്റോറിയിലൂടെയാണ് ജയശങ്കറിന്റെയും കാർത്തിക്കിന്റെയും കഥ തുടങ്ങുന്നത്. മുമ്പ് ഏറെ വിവാദമായ ഒരു കേസിനെ കുറിച്ച് പറയാൻ ആ ഷോയുടെ സംവിധായക ഉദയഭാനുവിനെ നിർബന്ധിക്കുകയാണ്. പോലീസുകാരനായ ജയശങ്കറിന്റെ വീട്ടിൽ പെട്ടെന്ന് ഒരിക്കൽ ഒരു സ്ത്രീയുടെ ശരീരം ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തുന്നു. ആ കൊലപാതകത്തിന് പിന്നിൽ ജയശങ്കർ അല്ലെന്ന് പ്രേക്ഷകന് തുടക്കം തൊട്ടേ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ആരാകും കൊലപാതകി എന്നാണ് കണ്ടെത്തേണ്ടത്. ആ കേസിന്റെ അന്വേഷണം കാർത്തിക്കിന് ലഭിക്കുകയും അയാൾ അതിന് പിന്നാലെ പോകുന്നതുമാണ് കഥ. ഇടയ്ക്ക് റിമാൻഡ് ചെയ്യപ്പെട്ട ജയശങ്കർ ജാമ്യത്തിൽ പുറത്തിറങ്ങി നേരിട്ട് ഈ കേസ് അന്വേഷിച്ചു തുടങ്ങുന്നതോടെ ഇവരിൽ ആരാകും ആദ്യം കൊലപാതകിയിൽ എത്തുന്നത് എന്ന ചോദ്യം സിനിമ കാണുന്നവർക്കുള്ളിൽ ഉടലെടുക്കും. ശരത് പെരുമ്പാവൂർ, ആനന്ദ് തേവരക്കാട്ട് എന്നിവരുടെ മികച്ച തിരക്കഥയിലാണ് ജിസ്റ്റോയ് തലവനൊരുക്കിയത്. സിനിമ അവസാനിക്കുമ്പോൾ വില്ലനാണോ നായകനാണോ തലവൻ എന്ന ചോദ്യം പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുകയാണ് സംവിധായകൻ. ആവർത്തന വിരസത ഒട്ടും തന്നെ ഇല്ലാത്ത തലവൻ എല്ലാം മറന്ന് പ്രേക്ഷകരെ ആ സിനിമയ്ക്ക് മുന്നിൽ പിടിച്ചിരുത്തുന്നു. ചിത്രത്തിലെ മികച്ച കാസ്റ്റിംഗും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ബിജു മേനോൻ, ആസിഫ് അലി, ദിലീഷ് പോത്തൻ എന്നിവർക്ക് പുറമെ അനുശ്രീ, മിയ ജോർജ്, കോട്ടയം നസീർ, ശങ്കർ രാമകൃഷ്ണൻ, ജോജി K ജോൺ, സംവിധായകൻ രഞ്ജിത്ത്, ജാഫർ ഇടുക്കി, ടെസ്സ, ദിനേശ്, അനുരൂപ്, നന്ദൻ ഉണ്ണി, ബിലാസ് തുടങ്ങിയ മികച്ച താരനിര തന്നെയാണ് ഉള്ളത്. മുമ്പും ഒരുപാട് സിനിമകളിൽ പോലീസ് വേഷങ്ങളിൽ എത്തിയിട്ടുള്ള ബിജു മേനോൻ തലവനിലെ തന്റെ ജയശങ്കർ എന്ന കഥാപാത്രത്തെ മികച്ചതായി തന്നെ അവതരിപ്പിച്ചു. ദേശക്കാരനായ കാർത്തിക് എന്ന പോലീസുകാരനാകാൻ ആസിഫിനും കഴിഞ്ഞു. സിനിമയുടെ തുടക്കം മുതൽ ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ വന്ന ദിലീഷ് പോത്തന്റെ ഉദയഭാനുവും മികച്ച കാസ്റ്റിംഗ് തന്നെയായിരുന്നു. ചിത്രത്തിൽ എടുത്തു പറയേണ്ടത് കോട്ടയം നസീറിന്റെ രഘുവിനെ കുറിച്ചാണ്. കണ്ടാൽ ആർക്കുമൊന്ന് തല്ലാൻ തോന്നുന്ന ആ കഥാപാത്രം അദ്ദേഹത്തിന്റെ കയ്യിൽ സുരക്ഷിതമായിരുന്നു. നസീറിന്റെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നു തന്നെയാണ് തലവനിലേത്. രമ്യയായി എത്തിയ അനുശ്രീയും സുനിതയായി എത്തിയ മിയ ജോർജും തങ്ങൾക്ക് കിട്ടിയ കഥാപാത്രം ഭംഗിയായി തന്നെ ചെയ്തു.